ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ വൺ ഹൈസ്കൂൾ ഹീറോസ് എന്നൊരു ആക്ഷൻ ഡ്രാമ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കിം ആ സെക്കൻഡ് ഇയർ ബുള്ളിയെ അടിക്കുന്നതായിട്ടാണ്. അവിടുന്ന് കിമ്മിൻ്റെ നിന്ന് നല്ല പോലെ കിട്ടും. എന്നിട്ട് അവൻ്റെ കഴുത്ത് ഞെരിക്കും. ഇപ്പോൾ നിനക്ക് സീനിയേഴ്സിനോട് പേടി തോന്നിയോ? ഞാൻ പറഞ്ഞത് മുമ്പേ ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ സമയം അവൻ സ്വയം കഴുത്ത് ഞെരിക്കുന്നതായിരിക്കും ഓർമ്മ വരുന്നത്. അവൻ്റെ ബോധം പോകാറാവുമ്പോഴേക്കും തൊപ്പി വന്നവനെ ചവിട്ടി തെറിപ്പിക്കും. അപ്പോൾ അവിടെയുള്ള ബാക്കി സീനിയേഴ്സ് എല്ലാം ആ തൊപ്പിയെ അടിക്കാനേ തുടങ്ങും. നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് എല്ലാം കണക്കാ. എന്നിട്ട് കിമ്മിനെ എടുത്ത് അടിക്കാൻ തുടങ്ങുന്നു. അവസാനം ആ വടി അവൻ്റെ നിന്ന് പിടിച്ചെടുക്കും. ഇനിയാടാ ശരിക്കുള്ള അടി തുടങ്ങാൻ പോകുന്നത്. എന്നിട്ട് അവൻ ആ വടിയെടുത്ത് ഇനി എൻ്റെ മേൽ സീനിയർ കളിക്കാൻ വന്നേക്കരുതെന്നും പറഞ്ഞ് അത് ഒടിച്ച് 2 കഷ്ണാക്കും. എന്നിട്ട് കാങ് ചെന്ന് ബാക്കി സീനിയേഴ്സിനോട്, കണ്ടല്ലോ നിൻ്റെയൊക്കെ നേതാവ് വയ്യാതെ കിടക്കുന്നത്, ഇനിയും ഇതുപോലെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ ടീച്ചറോട് പറയും, ഇല്ലെങ്കിൽ പോലീസിനെ അറിയിക്കും എന്ന് പറയുന്നു. ആ സമയം കിം മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടാവും. ഒരു ഫ്ലൈറ്റ് പോകുന്നത് നോക്കി. ശേഷം അവൻ കൈയും മുഖവും ഒക്കെ കഴുകും. കാങ്, നിനക്ക് സിക്ക് റൂമിലേക്ക് പോകണ്ട എന്ന് തന്നെയാണോ? അപ്പോൾ ഇനി ആരൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ ബാക്കിയുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ അത് തേർഡ് ഇയേഴ്സ് ആണെന്ന് പറയും. നാമും സിയോങ്ങും, ഈ 2 പേരാണ് മെയിൻ. അപ്പോൾ ലഞ്ച് ടൈം തീരാൻ ഇനി എത്ര സമയം ബാക്കിയുണ്ട്? എന്തേ, നീ ഇപ്പോൾ പോവാൻ പോവാണോ? നീ ഇപ്പോഴല്ലേ ഒരടി കഴിഞ്ഞത്? ആ സമയത്താണ് തൊപ്പിയും ഗ്യാങ്ങും എത്തുന്നത്. തൊപ്പി അവൻ്റെ ഫ്രണ്ട്സിനോട്, ഇനി ഈ സീനിയേഴ്സിൻ്റെ തല്ലും കൊണ്ട് അവരുടെ അടിമയായി നിൽക്കാൻ ഇനി ഞാനില്ല, എല്ലാം ഇവിടം കൊണ്ട് നിർത്തി എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. ശേഷം അടി കിട്ടിയ സെക്കൻഡ് ഇയർ ബുള്ളി നേരെ തേർഡ് ഇയേഴ്സായ നാമിൻ്റെയും സിയോങ്ങിൻ്റെയും അടുത്തേക്ക് ചെല്ലും. അവൻ സിയോങ്ങിൻ്റെ അടുത്ത് ചെന്ന്, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയുന്നു. ശേഷം കിം ക്ലാസ്സിലേക്ക് പോവാണ്. അടി കഴിഞ്ഞത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ഈ സിയോങ് വന്ന് ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് പിടിക്കും. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് പറയും. പക്ഷേ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. നമുക്ക് നേഴ്സിൻ്റെ ഓഫീസിലേക്ക് പോകാം, ഞാൻ കൊണ്ടുപോകാം. അപ്പോൾ വേണ്ടെന്ന് പറയും. എന്നാൽ നിൻ്റെ ക്ലാസ് എവിടെയെന്ന് പറ, ഞാൻ കൊണ്ടുവിടാം. അപ്പോഴാണ് ഒരു സാറ് വന്ന്, ഞാൻ പറഞ്ഞ പോലെ നീ എന്താ ഇന്നലെ എൻ്റെ ഓഫീസിലേക്ക് വരാതിരുന്നത്? അപ്പോൾ സാറ് ഫുഡ് കഴിച്ചോ? ശരിക്കും ഞാൻ സാറിനെ കാണാൻ ഇന്ന് അങ്ങോട്ട് വരാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇവനെ കാണുന്നത്. അവൻ്റെ കാലിന് വയ്യ. ഇവനെ ക്ലാസ്സിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ വന്നോളാമെന്ന് പറയും. അങ്ങനെ അവനെയും കൊണ്ട് ക്ലാസ്സിലേക്ക് ചെല്ലും. ഒരേ സ്കൂളിലുള്ള സ്റ്റുഡൻസ് പരസ്പരം സഹായിക്കണം. കിം താങ്ക്സ് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ, നിൽക്ക്, കുറച്ച് കാശ് താടാ, ഞാൻ നിന്നെ സഹായിച്ചില്ലേ, ഇപ്പോൾ എനിക്ക് വയ്യാതെയായി, നീ എൻ്റെ ചെരുപ്പ് കണ്ടില്ലേ, തേഞ്ഞ് ഒരിതായി, പുതിയൊരെണ്ണം വാങ്ങാനുള്ള കാശ് പോലും ഇല്ല. കിം അവന് കുറച്ച് കാശെടുത്ത് കൊടുക്കുന്നു. താങ്ക് യു, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൻ പോകും. ശേഷം അവൻ്റെ ട്യൂഷനാണ് കാണിക്കുന്നത്. സാർ, നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്, അതിനായി എല്ലാവരും ഇപ്പോൾ തന്നെ പ്രിപ്പയർ ആയിക്കോ. അങ്ങനെ എല്ലാവരും ടെസ്റ്റ് പേപ്പർ എഴുതും. ആ സമയത്ത് കിമ്മിന് ഇന്ന് നടന്ന ഫൈറ്റ് ആയിരിക്കും മനസ്സിലൂടെ കടന്നു വരുന്നത്. ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ അതിൻ്റെ മാർക്സ് അപ്പോൾ തന്നെ ഇട്ട് തരും. 94 മാർക്സ് ആയിരിക്കും അവന് കിട്ടിയത്. ഈ ക്ലാസ് തന്നെ 3 തരമായി തിരിച്ചിട്ടുണ്ട്: ബിഗിനർ, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്, അങ്ങനെയൊക്കെ. ഇവൻ അഡ്വാൻസ് ബാച്ചിലാണ്. ഇവന് എന്തുകൊണ്ട് ഈ ഇൻ്റർമീഡിയറ്റ് എക്സാമിൽ ഇത്ര മാർക്ക് കിട്ടി എന്നാണ് സാറ് ചോദിക്കുന്നത്. അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് കിം പുറത്തേക്ക് വരുമ്പോൾ അവിടെ ആ സെക്കൻഡ് ഇയർ ബുള്ളിയും തേർഡ് ഇയറിലെ നാമും സിയോങ്ങും ഒക്കെ നിൽക്കുന്നുണ്ടാവും. സിയോങ്, നിൻ്റെ കാലിപ്പോൾ ഓക്കെ അല്ലേ? രാവിലെ തന്ന പൈസയ്ക്ക് താങ്ക് യു. നീ ഇങ്ങോട്ട് വാ, ഞാനൊന്നും ചെയ്യില്ല, കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ തേർഡ് ഇയറിൽ ആ 2 പേരിൽ ഒരാൾ നീയാണല്ലേ? സിയോങ്, ഞാൻ കേട്ടിരുന്നു നീ ഓരോന്നോരോന്നായി ഞങ്ങളുടെ ആളുകളെ അടിച്ച് നിലംപരിശാക്കുന്ന കാര്യം. കിം, എന്താ ഇനി ഇവിടെ വെച്ച് തന്നെ അങ്ങനെ വേണോ? സിയോങ് ചിരിച്ചുകൊണ്ട്, നീ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നീ നല്ല പോലെ നടന്ന് വീട്ടിലേക്ക് പോവില്ല. ഞാനിപ്പോൾ വന്നത് ഫൈറ്റ് ചെയ്യാനല്ല, നമുക്കൊന്ന് സംസാരിച്ചാലോ? ആ സമയത്താണ് അവൻ്റെ അച്ഛൻ അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നത്. ശേഷം അച്ഛൻ, നേരത്തെ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? നിൻ്റെ ഫ്രണ്ട്സ് ആണോ? അപ്പോൾ അല്ല, എനിക്ക് തോന്നുന്നത് സെയിം യൂണിഫോം ഇട്ടത് കൊണ്ട് അവർ വെറുതെ സംസാരിക്കാൻ വന്നതാണെന്ന്.
അല്ല നമ്മളിപ്പോൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്കൊരു സ്യൂട്ട് എടുക്കണമെന്ന് പറയും. ഇവൻ്റെ മുത്തശ്ശൻ്റെ ബർത്ത്ഡേക്ക് ഇടാനായിരിക്കും ഇത്. ശേഷം രാവിലെ പതിവ് പോലെ മേപ്പോട്ട് നോക്കി നിൽക്കുന്നുണ്ടാവും കിം, കൂടെ കാങ്ങും. തേർഡ് ഇയർ സീനിയറായ സിയോങ് ഇവനെ കാണാൻ വന്ന കാര്യം കാങ്ങിനോട് പറയും. പക്ഷെ അവൻ ഫൈറ്റ് ചെയ്യാൻ വന്നതായിട്ട് തോന്നുന്നില്ല. കാങ്, നിന്റെ കണ്ടീഷൻ അത്ര നോർമലായി എനിക്ക് തോന്നുന്നില്ല. നീ ഇന്നലെ വലിയൊരു അടി കഴിഞ്ഞതാ. നിന്റെ ബോഡി ഒന്ന് റിക്കവർ ആവുന്നതുവരെ ഫൈറ്റൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ സമയത്താണ് ക്ലാസ്സിൻ്റെ മുമ്പിലായി നാമും സിയോങ്ങും ഇരിക്കുന്നതായി കാണുന്നത്. ശേഷം ഇവരെല്ലാം വേറൊരു ക്ലാസ്സിലായിരിക്കും ഉള്ളത്. അവരവൻ്റെ ഹെഡ്ഫോണൊക്കെ മേടിച്ച് നോക്കുന്നുണ്ടാവും. പക്ഷെ ഇത് കിമ്മിന് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ സിയോങ് അവനെ പിടിച്ചിരുത്തും. എനിക്കെന്തായാലും നിന്നെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നില്ല. നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാം. ഈ സ്കൂൾ മൊത്തം നിനക്കൊരു പ്ലേ ഗ്രൗണ്ട് പോലെ ആക്കിയെടുക്കാം. കിം, ഇതൊക്കെ ഇത്ര വലിയ സംഭവമായിട്ടാണോ നീ കാണുന്നത്? അപ്പോൾ അതൊരു പ്രിവിലേജാണ്. നിനക്ക് വേണമെങ്കിൽ ഇവിടെ ഭരിക്കാം. കിം, നീ ഒരുപാട് സംസാരിക്കുന്നു. ഇതിനൊന്നും എന്നെ കിട്ടില്ല. സിയോങ് പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് നിനക്ക് ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് തലയിലൂടെ കൊക്കക്കോള ഒഴിക്കും. ഇത് നീ അന്ന് തന്ന പൈസക്ക് മേടിച്ചതാ, കുടി. അങ്ങനെ ബെല്ലടിച്ചെന്നും പറഞ്ഞ് അവൻ പോകുന്നു. അതിനിടയിൽ ആ കുപ്പി അവൻ്റെ മണ്ടക്കെറിഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. കാങ്, നീ അത് നന്നായിട്ട് തന്നെ ഡീൽ ചെയ്തു എന്ന് പറയും. ശേഷം കിം അവൻ്റെ ഫാമിലിയുടെ കൂടെ മുത്തശ്ശനെ കാണാനായി വന്നിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിനിടയിൽ മുത്തശ്ശൻ കിമ്മിനോട് നിൻ്റെ പുതിയ സ്കൂൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെന്ന് പറയും. നിൻ്റെ പഴയ സ്കൂൾ വെച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഇച്ചിരി കുറവാണ്. ഈ സമയത്ത് എന്തിനാ ഇവനെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചത്? അവൻ്റെ അമ്മ അവന് പഠിക്കാൻ കുറച്ചുകൂടെ നല്ലൊരു എൻവയൺമെൻറ്റ് ഇവിടെ കിട്ടുമെന്ന് തോന്നി. കിം മുത്തശ്ശനോട് എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ സ്കൂൾ ഇഷ്ടമായി. ശേഷം മുത്തശ്ശൻ അവനെ മാറ്റി നിർത്തി കുറച്ച് ബിയറൊക്കെ ഒഴിച്ചു കൊടുക്കും. അവൻ പ്രായപൂർത്തിയാകാത്ത ആളായതുകൊണ്ട് ആദ്യം അത് നിരസിക്കും. പക്ഷെ മൂത്തവരുടെ വാക്കുകൾ എപ്പോഴും അനുസരിക്കണം എന്ന് പറയുന്നതോടെ അവൻ കുടിക്കും. എന്നിട്ട് നീ നിൻ്റെ പഴയ സ്കൂളിലേക്ക് മടങ്ങണമെന്ന് അയാൾ നിർബന്ധിക്കുന്നു. കാരണം അത് അവൻ്റെ ഇപ്പോഴത്തെ സ്കൂളിനേക്കാൾ മികച്ചതാണ്. അത് അവൻ്റെ ചേട്ടനും കൂടെ പഠിച്ച സ്കൂളായിരിക്കും. കിം ആ സ്കൂളിലേക്ക് തിരികെ പോകാൻ നിർബന്ധിച്ചാൽ താൻ മരിച്ച പോലെ ആയിരിക്കുമെന്ന് പറയുകയാണ്. ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയ അവൻ തൻ്റെ മൂത്ത സഹോദരൻ കോമ്പൗണ്ടിൻ്റെ മറ്റേ അറ്റത്ത് നിൽക്കുന്നതായി കിമ്മിന് തോന്നും. കിം അവൻ്റെ നേരെ കൈ നീട്ടി പോകുന്നു. പക്ഷെ അവൻ നേരെ സ്വിമ്മിംഗ് പൂളിലേക്കായിരിക്കും വീഴുന്നത്. ഇത് അവൻ്റെ അമ്മ കാണുന്നു. എല്ലാവരും പെട്ടെന്ന് പേടിച്ചു പോകുന്നു. അച്ഛൻ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇറങ്ങി അവനെ പുറത്തെടുക്കുകയാണ്. ശേഷം അമ്മ മുത്തശ്ശനോട് ദേഷ്യപ്പെടും. ഇവൻ മൈനറാണ്, അങ്ങനെ ഒരു കുട്ടിക്ക് എങ്ങനെ ആൽക്കഹോൾ ഒഴിച്ചു കൊടുക്കാൻ തോന്നി? അപ്പോൾ ആണുങ്ങളാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ അവൻ ഇപ്പോഴും ഒരു കുട്ടിയല്ല. നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഒരു മകനെ നേരാവണ്ണം വളർത്താൻ അറിയില്ല എന്നൊക്കെ പറയുന്നു. ശേഷം അവൻ വീണ്ടും സ്കൂളിലേക്കെത്തും. കാങ്, ഞാൻ പറഞ്ഞതല്ലേ പതുക്കെ റെസ്റ്റ് എടുത്ത് വന്നാൽ മതിയെന്ന്. നീ വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല അവനേറ്റ് മുട്ടാൻ. നിന്റെ കാലം ഒക്കെ ആയിട്ട് പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരുത്തനെ വിളിച്ച് ഈ സിയോങ്ങിൻ്റെ ക്ലാസ് ഏതാണെന്ന് ചോദിക്കും. കാങ്, നിന്നോടല്ലേ ഞാൻ ഇതൊക്കെ പറയുന്നത്, എന്താ ഇങ്ങനെ പെരുമാറുന്നത്? അപ്പോൾ നാണക്കേട് കൊണ്ട് ഇതുപോലെ ഇനിയും തല താഴ്ത്തി നിൽക്കുന്നത് എനിക്ക് വലിയൊരു നാണക്കേട് തന്നെയാണ്. ശേഷം സിയോങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് ചെല്ലും. അപ്പോൾ തന്നെ അവൻ ക്ലാസ്സിലുള്ള കുട്ടികളോട് പുറത്തു പോകാൻ പറയും. എന്താ നിൻ്റെ മനസ്സ് മാറിയോ? അപ്പോൾ നീ എനിക്ക് തന്ന കോള ഒരംശം പോലും കുടിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ താ. എന്നിട്ട് ആ കോള അവൻ്റെ തലയിൽ തന്നെ ഒഴിക്കുകയാണ്. അവൻ ഫൈറ്റിനായി വിളിക്കും. എന്നാൽ പുറത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ ആ നേരം ബോട്ടിലെടുത്ത് അവൻ്റെ മണ്ടക്കെറിയും. സിയോങ് ചിരിച്ചുകൊണ്ട് ഇതാടാ എനിക്ക് വേണ്ടത്. ആ സമയത്താണ് സാർ അവിടേക്ക് വരുന്നത്. നീയാണോ ഈ ടൈമിൽ ഈ നിൽക്കുന്ന കുട്ടികളെയൊക്കെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? എത്ര വട്ടം നിന്നോട് പറഞ്ഞതാ? നീ ആരാ, ഇവിടുത്തെ ഗാങ്സ്റ്ററോ? ആ സമയം അവൻ സാറിനെ കുറേ സോപ്പിട്ട് സോറി പറയാണ്. എന്നിട്ട് ഇപ്പോൾ ക്ലാസ് ഉണ്ട്, ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിന് ബാൻഡ് റൂമിലേക്ക് വരാൻ പറയും. അവിടെ വെച്ച് ഞാൻ നിന്നെ കൊന്നു കളയുമെന്ന് പറയുന്നു. ശേഷം അങ്ങനെ ബാൻഡ് റൂമിലെത്തും. സിയോങ്, ഞാൻ അവസാനമായി ചോദിക്കുകയാണ്, നീ എൻ്റെ കൂടെ കളിക്കുന്നോ അതോ മരിക്കുന്നോ? ഞാൻ ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത് വരെ നിനക്ക് സമയമുണ്ട് എന്ന് പറയും. അങ്ങനെ അത് സോൾവ് ചെയ്തിട്ട് എന്തായി തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ഇത് പെട്ടെന്ന് തീർത്തിട്ട് എനിക്ക് പോകണമായിരുന്നു എന്നായിരിക്കും അവൻ്റെ മറുപടി. അങ്ങനെ അവരുടെ ഫൈറ്റ് ആരംഭിക്കും. അങ്ങനെ സിയോങ് അവൻ്റെ കഴുത്ത് ഞെരിച്ച് അവൻ്റെ ബോധം കളയാണ്. സിയോങ്, നീ നന്നായി ഉറങ്ങ്. ഇനി നിൻ്റെ സ്കൂൾ ലൈഫ് എങ്ങനെ ആവണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതൊക്കെ കാങ്ങും കാണുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.